ലോകം മതരഹിത വസുദേവ കുടുംബത്തിലേക്ക്. വേദപുരാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകം ഒരു കുടുംബമാണ്, ഒരൊറ്റ തറവാടാണ്, ഒരൊറ്റ ശക്തിയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അല്ലാതെ അവർ തമ്മിൽ ഒരു വ്യത്യാസമൊന്നും പാടില്ല. ഇതാണ് വസുദേവ കുടുംബം. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുള്ളൂ. കാരണം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ 4 യുഗങ്ങളിലൂടെ അവസാനമാണ് അതുണ്ടാവുക. ഒരു സുന്ദരമായ ലോകം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെപ്പോലെ ജീവിക്കുന്ന ഒരു ലോകം. അവിടെ മതങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് മതമില്ലാതാവുമെന്നൊന്നും അർത്ഥമില്ല. ഒരു കുടുംബത്തിൽ അച്ഛൻ ചിലപ്പോൾ യുക്തിവാദിയായിരിക്കാം, അമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന കക്ഷിയായിരിക്കാം, മക്കളുടേതായ വേറെ എന്തെങ്കിലും വഴിക്കല്ലായിരിക്കാം. പക്ഷെ അതൊന്നും കുടുംബത്തിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. അതെല്ലാം വ്യക്തികളുടെ ഇൻഡിവിജ്വലായ കാര്യങ്ങളാണ്. അതിലൊന്നും കുടുംബത്തിന് എഫക്റ്റ് ചെയ്യില്ല. അവിടെ വെച്ചിട്ട് പരസ്പരം തെറി വിളിക്കൊന്നുമില്ല. ഇപ്പം ലോകമൊരു തറവാടായി കഴിഞ്ഞാൽ അതിലെ മെമ്പേഴ്സ്, രാജ്യങ്ങളിലെ ആൾക്കാരൊന്നും പരസ്പരം മതത്തിൻ്റെ പേരിൽ തെറി വിളിക്കില്ല. പക്ഷെ ഇന്നെന്താണ് നടക്കുന്നത്? പരസ്പര യുദ്ധങ്ങളാണ്. ഇന്ന് നമ്മളൊരു 3ാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലെത്തിക്കുമ്പോഴും അതിൻ്റെ മുമ്പിൽ കയറി വരുന്നത് ആരാണ്? മതങ്ങളെല്ലാം തന്നെയാണ്. മതത്തിൻ്റെ പേരിലുള്ള ഏറ്റുമുട്ടലുകളാണ് മുമ്പിൽ കയറി നിന്നിരിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള മതവികാരം യഥാർത്ഥത്തിൽ മതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതവും അല്ല. കാരണം സാമ്പത്തികപരമായ താല്പര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് മതങ്ങളാണെന്ന് പറയേണ്ടെങ്കിൽ ഇസ്രയേൽ ക്രിസ്ത്യൻ രാഷ്ട്രവും ഇറാനും സൗദിയെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളുമാണ്. പക്ഷേ ഇറാനും സൗദിയും തമ്മിൽ ബദ്ധവൈരികളാണ്. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇവിടെ ഇന്ത്യയിലടക്കം കാണുന്നത്. ഷിയ സുന്നി എന്നെല്ലാം പറഞ്ഞ് പരസ്പരം തെറി വിളിക്കുകയാണ്. എന്തുകൊണ്ട്? ഒരു ലോകമായിട്ട് മാറിയിട്ടില്ല, ഒരു കുടുംബമായിട്ട് മാറില്ല. ഒരു ലോകം ഒരു കുടുംബമായിട്ട് മാറിയിട്ടില്ല. പരസ്പരം ഏറ്റുമുട്ടലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാമാണ് കാണുന്നത്? ഭീകരാവസ്ഥകളല്ലേ ലോകത്തിൽ നടക്കുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഒരു കുടുംബമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ലോകം പുരോഗമിച്ചിട്ടുണ്ട്, പക്ഷെ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നു. പക്ഷെ തമ്മിൽ തല്ലുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മുസ്ലിം ക്രിസ്ത്യനായിരുന്നുവെങ്കിൽ ഇറാനും സൗദിയെല്ലാം ഒന്നിച്ചിട്ട് ഇസ്രായേലിനെതിരായിട്ടാണ് നിൽക്കേണ്ടത്. അങ്ങനെയല്ല നിൽക്കുന്നത്. സൗദി നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ കൂടെയാണ്. ഇവിടെ തന്നെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ കണ്ടിട്ടില്ല. മതപാർട്ടികളെ കൂട്ടുപിടിക്കും അധികാരത്തിലേറാൻ വേണ്ടി. അത് തന്നെയാണ് ലോകത്ത് സംബന്ധിക്കുന്നത്. എണ്ണയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ തമ്മിൽ തല്ലുന്നത്. അല്ലാതെ എണ്ണ വെച്ചിട്ടുള്ള താല്പര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ അടുത്തടുത്ത് 2 മുസ്ലിം കടകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദു കടകളുണ്ടെങ്കിൽ, എന്തോ ആയിക്കോട്ടെ, ക്രിസ്ത്യനോ ഏതോ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഉള്ളിലെപ്പോഴും ഒരേ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ ഉള്ളിൽ പാര വെക്കേണ്ട ടെൻഡൻസി ഉണ്ടാവും. അതിന് വേറെ വല്ലവരെയും കൂട്ടുപിടിച്ചൊന്നും വരും. ഇപ്പം ഇതാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ മതമൊന്നുമില്ല. മതത്തിൽ ഇല്ലാത്ത എന്ത് കാര്യം? നേരത്തെ ഞാൻ പറഞ്ഞവരെ ഒരു വീട്ടിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അവർ തമ്മിൽ അടിയൊന്നുമില്ല. പിന്നെ പുറത്തടിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പം മതങ്ങളൊന്നും അല്ല ഇതിൻ്റെ അകത്ത്. എല്ലാം പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചൂഷണം, ചൂതുകളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചൂതുകളീൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. പണത്തിന് വേണ്ടിയുള്ള ആർത്തി പിടിച്ചിട്ടുള്ള കളികൾ. പക്ഷേ ഒരു 3ാം മഹാഭാരത യുദ്ധത്തിലൂടെ ഒരു വസുദേവ കുടുംബത്തിലേക്കാണ് അവസാനം. 3ാം ലോകം എവിടെ എത്തുന്നു എന്ന് പറയുന്നു ഒരു വസുദേവ കുടുംബത്തിലേക്കാണ്. എല്ലാവരും ഒരു കുടുംബത്തിലൂടെ ധർമ്മം ജയിക്കുന്നു. ധർമ്മത്തിനനുസരിച്ച ഒരു ലോകമാണ് അവസാനം ഉണ്ടാവുക. കലിയുഗത്തിൻ്റെ അവസാനം, കലിയുഗത്തിൻ്റെ ആദ്യത്തെ തന്നെ കുറച്ച് നടുവിലെല്ലാവുമ്പോഴേക്കും
കാരണം അതുവരെ ലോകം പുരോഗമിക്കും, ശാസ്ത്രജ്ഞാനം എല്ലാം നേടും, അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കുടുംബമായി തീരുന്നില്ല. ആ ഒരു കുടുംബമായി തീരുമ്പോഴാണ് ആ സൃഷ്ടികർത്താവ്, ആ സൃഷ്ടി നടത്താൻ കക്ഷി എല്ലാവരും, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളായി ജീവിക്കേണ്ടവരാണ്. അതിൽ തമ്മിൽ വിദ്വേഷമൊന്നും ഉണ്ടാകാൻ പറഞ്ഞു. അവരവരുടെ വിശ്വാസം അവരവരുടെ ഉള്ളിൽ കൊണ്ട് നടന്നുകൂടാം, പക്ഷേ കുടുംബമായി മാറണം. അത് തന്നെയാണ് മഹാഭാരത യുദ്ധത്തിലൂടെ നേടാൻ പോകുന്നത്. അത് തന്നെയാണ് അവൻ്റെ രാജ്യം എന്ന് പറയുന്നത്, അവസാനം എത്തുന്നത്. പക്ഷെ കാലമാണത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ആ മുന്നോട്ടേക്ക് പോകുന്ന ആ കാലഘട്ടത്തിലെ കാലത്തെയാണ് കൃഷ്ണനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം മഹാഭാരത യുദ്ധം കൃഷ്ണനാണ് തന്ത്രപൂർവ്വം മുന്നോട്ടേക്ക് നയിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ചരിത്രമായിട്ട് പറയുകയാണെങ്കിൽ അത് 3-ാം ലോകമഹായുദ്ധമാണ്. നമ്മൾ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് പുടിൻ തന്നെയാണ്. പുടിൻ്റെ തന്ത്രങ്ങൾ നിസ്സാരമായിട്ട് കണ്ടുപോകുന്നത്. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ളതാണ് ഇതിനെല്ലാം വേർതിരിവിന് കാരണം, തമ്മിൽ തല്ലുന്നതിനെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിലെ സാമ്പത്തികപരമായിട്ടായിട്ട് വെക്കുമ്പം ലോകത്തിൽ 2ആയിട്ട് എടുക്കണം. ഒന്ന് എണ്ണ വെച്ചിട്ടുള്ള കളിയും ഒന്ന് മറ്റുള്ള ഭൗതിക വസ്തുക്കൾ വെച്ചിട്ട്, ഇലക്ട്രോണിക്സ് പോലെയുള്ള ഭൗതിക വസ്തുക്കൾ, ടെക്നോളജി വെച്ചിട്ടുള്ള കളികൾ. പണ്ട് എണ്ണയ്ക്ക് വേണ്ടിയാണ് ഈ അടിപൊളി ഉണ്ടായിരുന്നത്. അതിൽ ആധിപത്യം ഒരു വിഭാഗത്തിനായിരുന്നു. അത് ഒപെക് രാഷ്ട്രങ്ങൾ എന്ന് പറയും. അതിലാണ് സൗദി വരുന്നത്. ഇറാൻ്റെ അടുത്ത് എണ്ണയുണ്ട്. ആ എണ്ണ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ കൺട്രോൾ കിട്ടില്ല. അതുകൊണ്ട് അതിൽ പിന്നെ ഷിയ സുന്നി എന്നെല്ലാം പറയുന്നതിന് അർത്ഥമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഇവിടെ അടിക്കുകയാണ് നമ്മളെ നാട്ടിൽ. അല്ലാതെ പാകിസ്ഥാനൊന്നും കയറിയിട്ട് അതിനകത്ത് അങ്ങനെ വലിയ ഇതിൽ വരുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ അടുത്ത് ഒരു എണ്ണയും ഒരു ചുക്കുമില്ല. അതുകൊണ്ട് പാകിസ്ഥാൻമാരെയുള്ള രാഷ്ട്രങ്ങളൊന്നും ഇതിനകത്ത് പ്രസിദ്ധമായി വരുന്നില്ല. ഷിയ സുന്നി എന്നെല്ലാം പറയുമ്പോൾ വരുന്നത് ഇവരാണ്. കാരണം അത് എണ്ണയുടെ ഒരു കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ റഷ്യ ഇറങ്ങിയതോടുകൂടി റഷ്യ അതുവരെ മാറി നിൽക്കുകയായിരുന്നു. അവരുടെ കാര്യം നോക്കി അടക്കുകയായിരുന്നു. എണ്ണയെല്ലാം ഇഷ്ടംമാരിയുണ്ട്. പക്ഷേ റഷ്യ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ എണ്ണയുടെ കൺട്രോൾ അവരുടെ കൈമിൽ വന്നു. അപ്പോൾ പിന്നെ എണ്ണയുടെ പക്ഷത്തേക്ക്, റഷ്യയുടെ പക്ഷത്തേക്ക് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം മാറേണ്ടി വന്നു. ഒപ്പേക്കിൻ്റെ പ്രാധാന്യമെല്ലാം പോയി. എണ്ണയുടെ കൺട്രോൾ റഷ്യ എടുത്തു. അതോടുകൂടി തന്നെ ഇനി എണ്ണയുടെ പേരിൽ ഇറാനുമായിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതെല്ലാം റഷ്യൻ്റെ കൈമ പോയി. അപ്പം പിന്നെ അവിടെ എന്ത് വന്നു? പിന്നെ ഇനിയിപ്പോൾ ഇറാനുമായിട്ട് ഷിയ സുന്നി ഒന്നും പറയേണ്ട കാര്യമൊന്നും അവർക്കില്ല. അതേസമയം പിന്നെയുള്ള ബിസിനസ്സാണ്, കച്ചവടമാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ചൈനയും ഇങ്ങോട്ടേക്ക് ഇറങ്ങി കച്ചവടക്കാരനായിട്ട്, ശുദ്ധമായ മുതലാളിയായിട്ട്. അതോടുകൂടി കച്ചവടം അവരുടെ കൈമലും പോയി. അതോടുകൂടി പിന്നെ ഇവരുടെ കൺട്രോളിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ ചൈനയാണ് ഇറാനെയും, അതിനെല്ലാം തുടക്കം കുറിച്ചത് പുടിൻ തന്നെയാണ്. ബ്രെയിന് പുടിൻ തന്നെയാണ്. ഇപ്പം ചൈന ഇറാനെയും സൗദിനെയെല്ലാം യോജിപ്പിച്ചു. റഷ്യ അതിൻ്റെ അകത്ത് ഇൻവോൾവായി. എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളെയും ഒന്നിപ്പിച്ചു. അങ്ങനെയാണ്. പിന്നെ സാമ്പത്തികപരമായിട്ടുള്ളതാണെങ്കിലോ ഇവിടെ പരിഗണിച്ച് വരുന്നു. മറ്റേതിൽ നിന്ന് വേൾഡ് ബാങ്കെല്ലാം മാറ്റിയിട്ട് ഒരു ബ്രിക്സ് എന്ന രാഷ്ട്രങ്ങളുണ്ടാക്കി. കച്ചവടമെല്ലാം ഇവർ ഇതിലേക്ക് വരുന്നു. ഓരോ രാഷ്ട്രവും, അതാണ് ഒരു പുതിയ ലോകക്രമം എന്നും പറഞ്ഞുകൊണ്ടാണ് പുടിൻ ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഓരോ രാഷ്ട്രങ്ങൾ അവരവരുടെ കാര്യം നോക്കി നടക്കുക. ഏതുപോലെ ഭാരതത്തിൽ കേരളവും തമിഴ്നാടും എല്ലാം ഉള്ളതുപോലെ ഒരു മത്സരവും ഇല്ല. കേരളത്തിൽ വെള്ളമുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ കൊടുക്കും, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ഇങ്ങോട്ടേക്ക് വരും. ജോലി വല്ലതും എടുത്തുണ്ടെങ്കിൽ കേരളക്കാർ അവിടെ പോകും, അല്ലെങ്കിൽ ഹിന്ദിക്കാർ കേരളത്തിൽ വരും. ഒരു പ്രശ്നവുമില്ല. എന്തൊരു ഐക്യം! ഇങ്ങനെ ബ്രിക്സ് രാഷ്ട്രങ്ങളുണ്ടാക്കി പണത്തിൻ്റെ ആധിപത്യം കൊടുക്കാൻ ഡോളറിനെതിരായിട്ട് മറ്റുള്ള വഴികൾ തിരയാൻ തുടങ്ങി. വേൾഡ് ബാങ്കിന് പകരം വേറൊരു ബാങ്ക് ഉണ്ടാക്കാൻ പോകുന്നു.
UN പോലെ വേറൊന്നും ഉണ്ടാക്കണം, എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഒരു UN ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ സാമ്പത്തികപരമായ പിടിവിട്ടപ്പോൾ പിന്നെ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് തമ്മിൽ സിയ സുന്നി എന്നെല്ലാം പറയുന്ന തർക്കം അങ്ങ് തീർന്നു. അപ്പോൾ അവരെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നായി നിന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിലൊരു വേൾഡ് വാറിൻ്റെ അടക്കം, മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഇടക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴും അത് പൂർണ്ണമായിട്ടും മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഒക്കാൻ പറ്റിയിട്ടില്ല. കാരണം സിറിയയുടെ കുറച്ച് ഭാഗങ്ങൾ തീവ്രവാദികൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് തുർക്കി അപ്പുറത്തെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയൻ പ്രസിഡന്റ് ആസാദാണെന്ന് തോന്നുന്നു, പേര് മാറിപ്പോയെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. തുർക്കിയുടെ എർഡോഗനും തമ്മിൽ വലിയ വിദ്വേഷമുണ്ട്. രണ്ടും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. സിറിയൻ പ്രസിഡന്റ് പറയുന്നത് ഞാൻ അങ്ങേരെ കാണാൻ പോലും തയ്യാറാവില്ല. അപ്പം മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പറ്റിയിട്ടില്ല റഷ്യ. ഈ അവസരം ഉപയോഗിച്ചത് മറ്റേ ഇസ്രയേലും ലെബനോണും തമ്മിൽ യുദ്ധം അവസാനിച്ച ആ സമയം നോക്കിയിട്ട്, കാരണം റഷ്യയിലും വേറെ ഫീൽഡിലായിരുന്നല്ലോ, എന്തോ ആരുടെ പിന്തുണയോടെ ആണോ എന്തോ തീവ്രവാദികൾ ആലപ്പോയിലെ സിറിയൻ്റെ സ്ഥലം പിടിച്ച് സിറിയനെ തന്നെ പിടിക്കാൻ വേണ്ടി ആസാദിനെ എടുത്ത് ദൂരെ കളയാനുള്ളൊരു പ്ലാൻ ആസൂത്രണം ചെയ്തു. അപ്പോഴേക്ക് റഷ്യ അതിൽ കയറി ഇടപെട്ടു. പക്ഷേ റഷ്യക്ക് എർഡോഗനെയും വേണം, കാരണം തുർക്കിയെയും വേണം. തുർക്കി ഇപ്പുറത്തെ ഭാഗത്താണ്, പണ്ട് നാറ്റോയിലായിരുന്നെങ്കിലും ഇപ്പോഴും നാറ്റോ തന്നെ ഇപ്പുറത്താണ്, റഷ്യൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. മുസ്ലിം രാഷ്ട്രം എന്ന നിലയിൽ ആയിരിക്കാം. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത നമ്മൾ കണ്ടത്, അതിന് മുമ്പിൽ സിറിയയിൽ ആക്രമിക്കുമ്പോൾ പണ്ട് മുല്ലപ്പൂ വിപ്ലവം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സിറിയനെ ആസാദിനെല്ലാം എടുത്ത് ദൂരെ കളയാൻ ശ്രമിച്ചപ്പോൾ അന്ന് റഷ്യയുടെ ഭാഗത്ത് ഈ സൗദി അറേബ്യ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ മുസ്ലിം, ഖത്തറായിരുന്നു ഏറ്റവും അധികം തീവ്രവാദികൾക്ക് പണമെല്ലാം കൊടുത്തിരുന്നത്. മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെ, ഇറാനല്ലേ ഇപ്പുറം നിന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം അപ്പുറത്തെ ഭാഗത്തായിരുന്നു. പക്ഷേ ഇന്ന് ഈ അവസ്ഥ എത്തിയപ്പോൾ എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും സിറിയൻ പ്രസിഡന്റിൻ്റെ കൂടെയാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്, ഖത്തറടക്കം. അതെല്ലാം ആ പുട്ടിൻ്റെ തന്ത്രം തന്നെയാണ്. അതാണ് ഇവിടെ വിജയം. ഇവിടെയും പുട്ടിനത് തന്ത്രപൂർവം ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള, സിറിയയും തുർക്കിയും തമ്മിലുള്ള വിദ്വേഷം കൂടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒരൊറ്റ മനസ്സായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അവർ പിന്നെ ഷിയ സുന്നി എന്നൊന്നും പറഞ്ഞ് തുർക്കി വേറൊരു തരത്തിലാണെന്ന് തോന്നുന്നു. ആ ഒരു വ്യത്യാസമൊന്നും ഇല്ലാതെ ഓരോ മനസ്സോടുകൂടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതിന് ശ്രമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനും ഖത്തറും പുട്ടിനും സൗദി അറേബ്യ എല്ലാം കൂടിയിട്ട് ഇവരെ ഒന്നിപ്പിക്കാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ്. കാരണം അത് ഒന്നിക്കെട്ടി വരും. അവർ രണ്ടുപേരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിയിട്ട് പുട്ടിനും എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും കൂടി സിറിയൻ പ്രസിഡന്റും തുർക്കിയുടെ നേതാവും കൂടി ഒന്നിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഈ തീവ്രവാദികളെ മുഴുവൻ റഷ്യയെല്ലാം കൂടിയിട്ട് അടിച്ചില്ലാതാക്കും, അതിന് സംശയമൊന്നുമില്ല. അതോടുകൂടി അവരും നിൽക്കേണ്ടി വരും, കാരണം ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ഒന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് പുട്ടിൻ മെനഞ്ഞുകൊണ്ട്. അതിനുള്ളൊരു വേദിയായിട്ട് ഈ സിറിയയിലേക്കുള്ള ആക്രമണത്തെയും കാരണം സിറിയ പ്രസിഡന്റ് പറ്റൂല അങ്ങനെ അവനോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം മാറ്റിയെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് നാളെ റഷ്യയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഇവരൊന്നും ഇപ്പോൾ ഇറാനെല്ലാണ് വന്നിരിക്കുന്നത് സഹായിക്കാൻ. അപ്പോൾ അവർ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയിലേക്ക് വരും.
ഇപ്പോഴെല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും ഒന്നിക്കുന്ന ഒരൊറ്റ ഒരു തറവാടിലേക്ക് വ്യത്യസ്തമായ വിശ്വാസം. ഒരു കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ യുക്തിവാദിയായിരിക്കും, അമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലത്തിലായിരിക്കും, മക്കൾ വേറെ വഴിക്കായിരിക്കും. അവർ തമ്മിൽ ആശയവിനിമയങ്ങളുണ്ടാവും, അതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. അതുപോലെ ലോകങ്ങളും അവരവരുടെ മനസ്സിൽ നിൽക്കണം. രാഷ്ട്രങ്ങൾ തമ്മിൽ ഇതിൻ്റെ പേരിൽ തമ്മിൽ തല്ലി മരിക്കണ്ട. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇന്ന് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഈ ഷിയ സുന്നി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ലോക കാര്യത്തിലൊന്നും, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ കിടന്നിട്ട് തമ്മിൽ തല്ലുകയാണ്. വിളിക്കുന്ന തെറികളെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവരവരുടെ വിശ്വാസം അവരവരുടെ മനസ്സിൽ വെച്ച് നടന്നുകൊണ്ട് ഒന്നാമത് ചിന്തിക്കേണ്ട എന്താണ്? ഒരൊറ്റ ശക്തിയാണ്, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാണ്. എന്തെന്നാ ഈ തമ്മിൽ തല്ലുന്ന? ഒരു വീട്ടിൽ തന്നെ സുന്നി ഷിയായിട്ട് രണ്ടുപേര് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അടിച്ചു മരിക്കുക. ചേട്ടനും അനിയനും ഓരോരുത്തർ ഷിയാണ്, ഒരു സുന്നി ആണെങ്കിൽ എങ്ങനെ പോവുക? ഒരച്ഛൻ്റെ മക്കളാണ്, അവർ തമ്മിൽ പരസ്പരം കൗത്ത് പൊട്ടിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറഞ്ഞിട്ട് ഈ മതഭ്രാന്ത് പിടിപ്പിച്ചിട്ട് കൗത്ത് പൊട്ടിപ്പിക്കുന്നതാണ്. അപ്പം അതാണ് ഇല്ലാതാക്കാൻ വേണ്ടി കുട്ടി ശ്രമിക്കുന്നത്. അതില്ലാതാക്കുക തന്നെ. അവിടെ നിന്ന് കുറേ പണമെല്ലാം വരുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള അടികൾ. അതെല്ലാം നിൽക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്കാണ്, ഒരൊറ്റ കുടുംബം എന്ന നിലയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ക്രമമെല്ലാം അങ്ങനെ പോവുകയാണ് ഈ മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ. അപ്പം പിന്നെ ഒരു ചിന്താഗതിയുണ്ട്, ഇവിടെ വേറൊരു ഏറ്റുമുട്ടലും നടക്കുന്നുണ്ട്. കാരണം റഷ്യ ചൈനയെല്ലാം മുസ്ലിങ്ങളെ പിടിച്ചിരുത്ത് നടക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് ആരുമില്ല. അതും പുട്ടിൻ തന്ത്രപൂർവ്വം പൊട്ടിച്ച് കൈമ കൊടുക്കുന്നുണ്ട്. ഇവർക്കത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടിട്ട് മനസ്സിലായിട്ടെല്ലാം ഉണ്ടാവും. പുട്ടിൻ തന്നെ പറയുന്നത് ഞാൻ ഏറ്റവും വലിയ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആണെന്നാണ്. പിന്നെ എങ്ങനെ ക്രിസ്ത്യനും മുസ്ലിമും തമ്മിലുള്ള ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യനായ പുട്ടിനാണ് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കുന്നത്. ആ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ്റെ എല്ലാ ദിവസം പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതെല്ലാം ടി വി കാണിക്കും. ഭയങ്കര ഭക്തിയാണ്. അത് പിന്നെ യുദ്ധമൊന്നും നടത്തൂല ആ ദിവസങ്ങളിൽ. ഒരാഴ്ച യുദ്ധമില്ല. എന്നിട്ട് ഭയങ്കര ഭക്തിയാണ്. ഇതേ പുട്ടിൻ തന്നെ പണ്ട് ചെച്ചനിയയിലോ മറ്റേ കസാക്കിസ്ഥാനിലോ ഇവിടെ പോയപ്പോൾ ഖുറാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പടവും ടി വിയിലൂട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ക്രിസ്ത്യാനിയാണ്. ലോകത്തിലെ ജനസംഖ്യയിലെ വലിയൊരു സ്റ്റേറ്റാണ് ഓർത്തഡോക്സ് റഷ്യൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗമാണ്. അല്ലാതെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ചീള് രാജ്യത്തിൽ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പം ഏത് ക്രിസ്ത്യാനിയാണ് വലുത്? പുട്ടിൻ തന്നെയാണ്. പുട്ടിൻ്റെ രാഷ്ട്രം തന്നെ ഏറ്റവും വലുത്. സിറിയ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അപ്പം ഇസ്രയേൽ ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഏറ്റുമുട്ടലൊന്നുമല്ല. ഇതെല്ലാം പണവുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില താല്പര്യങ്ങളാണ്. അല്ലാതെ മതം വെച്ചിട്ട് ഇസ്രയേലിനെ ക്രിസ്ത്യൻ രാഷ്ട്രം മറ്റേതെല്ലാം മുസ്ലിം അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. കാരണം ഇത് നയിക്കുന്ന കക്ഷി തന്നെ ഓർത്തഡോക്സ് ക്രിസ്ത്യനാണ്. ബൈബിളും വേണ്ടിയെല്ലാം അവിടെയും ചെയ്യും. ഖുറാനും കിട്ടുമെങ്കിലും എടുത്ത് നെഞ്ഞത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ലോകത്തിന് സന്ദേശം നൽകുന്നത്. അത്ര വലിയ തന്ത്രങ്ങളാണ് പുട്ടിൻ പ്രയോഗിക്കുന്നത്. അപ്പം ഇത് ക്രിസ്ത്യൻ എന്ന നിലയിലൊന്നും അല്ല ഇസ്രയേലിനെ അടിക്കുന്നത്. ഇസ്രയേല് വേറെ ചില ലക്ഷ്യങ്ങൾ തന്നെയാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്രയേലും സൗദിയായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു പണ്ട്. അതെല്ലാം വേർപെടുത്തിയിട്ട് അപ്പോൾ മതത്തിൻ്റെ പേരിൽ തന്നെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് മതങ്ങളെ കൂട്ടുപിടിച്ച് കളിക്കുന്നവരാണ് ഇവരെല്ലാം. അതാണ് പൊളിച്ച് പുട്ടിൻ കൈമ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതോടുകൂടി ലോകത്തിൽ എന്തുകൊണ്ട് നാളെ ഇസ്രയേൽ ഇതെല്ലാം വെച്ച് മതിയാക്കേണ്ടി വരും. എല്ലാവരും മതം വെച്ചിട്ടുള്ള കളികൾ സുന്നി ഷിയ എന്ന പേരിലുള്ള തർക്കമെല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി എർദോഗൻ്റെ ആ സിറിയയും കൂടി ഒന്ന് യോജിപ്പിച്ച് വിട്ടാൽ മതി. അതോടുകൂടി
സിന്നി ഷിയയും സുന്നിയും തമ്മിലുള്ള ഈ തർക്കങ്ങൾ പിന്നെ ഇന്ത്യയിലുള്ളവർക്കും നിർത്താനേ അല്ലേ ഇവിടെ കിടന്നിട്ട് പണ്ടത്തെ പ്രേതവാദ മാതിരി വെറുതെ വിളിച്ച് കൂവലേ ഉണ്ടാവുള്ളൂ. അവിടെ അവർ തമ്മിൽ സുഖമായിട്ട് ചർച്ചയും നടത്തിയിട്ട് അവരവരുടെ കാര്യം നോക്കിയിട്ട് സഹകരിച്ച് പോകുമ്പോൾ ഇവിടെ കിടന്നിട്ട് അജ്ഞാനികളായ ചിലർ പണ്ടത്തെ പ്രേതവാദം ഏറ്റ മാതിരി മതത്തിൻ്റെ തീവ്രവാദം തലയിൽ പിടിച്ച മാതിരി അത് ഒരു തരം മതം. വിവേകാനന്ദൻ പറഞ്ഞ എന്താണ്? മതം എന്ന് പറഞ്ഞാൽ മനസ്സിന് മയക്കുന്ന കറുപ്പാണെന്നാണ്. അത്തരത്തിൽ കറുപ്പടിച്ച മാതിരി എന്തെങ്കിലും എല്ലാം ചെയ്യുമായിരിക്കും കുറച്ചു കാലം കൂടി, പിന്നെ അത് മതിയാകും. അപ്പം ലോകം ഒരൊറ്റ തറവാടായിട്ട് മാറും. ലോകങ്ങളെല്ലാം ഓരോ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളെ പോലെ ഓരോ സ്റ്റേറ്റും അവരവരുടെ താല്പര്യം. തമിഴ് ഭരണാധികാരി അവരുടെ കാര്യം നോക്കുന്നു, കർണാടകക്കാർ, മഹാരാഷ്ട്രത്തെ, ഉത്തർപ്രദേശിൻ്റെ കാര്യം നോക്കുന്നു. സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും, ആളുകൾ അവിടെ ഇവിടെയെല്ലാം പോയി ജോലി ചെയ്യും, ഒരു പ്രശ്നമില്ല. അതുമാതിരി ലോകത്തിൽ സ്റ്റേറ്റുകൾ സമാന രാജ്യങ്ങളായി മാറും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി ജോലി ചെയ്യും, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. മതമല്ല അവരവരുടെ ഉള്ളിൽ. അതിനെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരാണ്, അല്ലാതെ വേറെ സാധാരണ ജനത്തിലൊന്നും ഈ ചിന്തയൊന്നും ഇല്ല. ഇതെല്ലാം കുറച്ച് പേര് രാഷ്ട്രീയത്തിൻ്റെ നമ്മളറിയാമല്ലോ, കേരളത്തിൽ തന്നെ രാഷ്ട്രീയക്കാർ ചില മത സംഘടനകൾ പിടിക്കും ഇലക്ഷൻ വരുമ്പോൾ. അങ്ങനെ യുവന്മാർ പൊന്തുന്നത് രാഷ്ട്രീയക്കാരുണ്ടാക്കുന്നതാണ്. പക്ഷെ അതെല്ലാം ഇപ്പോൾ അവസാനിക്കും. ലോകം ഒന്നായിട്ട് മാറും, ആ ചിന്താഗതികളെ മാറും. പിന്നെ ആരും മതം പറഞ്ഞ് കിട്ടാനൊന്നും പോകുന്നില്ല. ഈ മതത്തിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്, മതം എന്ന് പറഞ്ഞാൽ പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പിടുത്തമുള്ളത്. പണമില്ലെങ്കിലും മതവും ഇല്ല. അതാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് മുസ്ലിം രാഷ്ട്രമാണ്. ലോക കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പാകിസ്ഥാൻ അവർ തന്നെ വെള്ളം കുടിച്ചിരിക്കുകയാണ്. വല്ലവരും കളിക്കുന്നുണ്ട്, അവൻ്റെ കയ്യിൽ കുറേ പണം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്, അത് വെച്ചിട്ടുള്ള കളികളാണ്. ആ പണത്തിൻ്റെ പിടി അഴിഞ്ഞു പോകുമ്പോൾ തന്നെ ലോകം മുഴുവൻ അത് തന്നെയാണ്. ട്രംപ് ചിന്തിക്കുന്നത് എന്താണ്? ട്രംപിന് അമേരിക്കേൻ്റെ കാര്യം താല്പര്യമുള്ളൂ, അല്ല നാറ്റോകളൊന്നും ട്രംപിന് ഒരു താല്പര്യമില്ല. നാറ്റവും വേണ്ട ഒരു യുദ്ധം വേണ്ട, യുദ്ധങ്ങളെല്ലാം മതിയാക്കണമെന്ന് പറഞ്ഞാൽ ട്രംപ് പോകുന്നത്. ട്രംപിന് അമേരിക്കയുടെ കാര്യം അത് തെറ്റൊന്നുമല്ല. പിന്നെ അമേരിക്കേൻ്റെ കാര്യം ട്രംപല്ലാണ്ട് പിന്നെ വേറെ ആരാണ് നോക്കേണ്ടത്? പുട്ടിനാണ്. അതിലൊന്നും അർത്ഥമില്ല. പുട്ടിൻ്റെ കാര്യം നോക്കും, അമേരിക്കേൻ്റെ കാര്യം നോക്കും, ട്രംപിൻ്റെ കാര്യം നോക്കും. ഓരോ അവരവരുടെ കാര്യങ്ങൾ നോക്കും, സ്റ്റേറ്റ് ഭരിക്കുന്നത് പോലെ. എന്നിട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇനിയുള്ള കുറച്ച് കാലം, കാരണം അവൻ്റെ രാജ്യം വസുദേവ കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുറേ കാലമൊന്നും പോയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ആ ശക്തിവിശേഷം അങ്ങനെ ഒരു ലോകമാണ് പടുത്തുയർത്തുകൊണ്ട് വരുന്നത്. അവസാനം അങ്ങനെ ഒരു ലോകത്തിലേക്ക് എത്തും. അതോടുകൂടി ആ ചക്രം തീരും. പിന്നെ പൊളിച്ചിട്ട് ആദ്യം ഒന്നേന്ന് തന്നെ ഇതേമാതിരി ഹൃദയത്തായി ഇങ്ങനെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. എല്ലാവരും ആ സൃഷ്ടിയുടെ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ജീവിക്കുന്നത്. അത് തന്നെയാണ് വസുദേവ കുടുംബം, അത് തന്നെയാണ് അവൻ്റെ രാജ്യം.